ശ്രീകൃഷ്ണൻ ഇതിനകത്ത് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ഒരു ശ്ലോകം മിക്കതിലും ഇല്ല. കാരണം ഗീത മൊത്തം 700 ശ്ലോകങ്ങളുള്ളതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കര ഭഗവത്പാദരൊക്കെ 700 ശ്ലോകങ്ങളായിട്ട് കണക്കാക്കിയതുകൊണ്ട് ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ആദ്യം സാധാരണ പറയുന്ന ഒരു ശ്ലോകമില്ല. അർജുനൻ്റെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടില്ല. നേരിട്ട് തന്നെ ഭഗവാൻ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നമുക്കും അതുപോലെ തന്നെ മതി. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഇദം ഈ ശരീരമാണ്, അല്ലയോ കൗന്ദേയ, കുന്തിയുടെ മകൻ അർജുനോട് പറയുന്നതായിട്ടാണല്ലോ. അല്ലയോ അർജുന, ഈ ക്ഷേത്രം എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇതി അഭിധീയതേ. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്. നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. ഈ ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വയലെന്നൊരർത്ഥമുണ്ട്. നമ്മളേതെങ്കിലും വിളവിട്ട് കഴിഞ്ഞാലുള്ള വയലുണ്ടല്ലോ. പിന്നെ ക്ഷീയതയെ നശിക്കുന്നെന്നുള്ള രണ്ടർത്ഥത്തിലാണ് പറയുന്നത്. അതിന് വിളവിടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ കിട്ടും? ഫലം കിട്ടും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നോ അതിൻ്റെ ഫലം ഉണ്ടായിക്കൊള്ളും. അതാണ് കർമ്മ സിദ്ധാന്തം. അങ്ങനെ രണ്ടർത്ഥത്തിലാണ് നമ്മൾ ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഒന്ന് നശിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ, അത് ഓരോന്നിനും പറയും. ക്ഷേത്രത്തിൻ്റെ ഘടകങ്ങൾ പറയുമ്പോൾ ഓരോന്ന് എങ്ങനെയാണ് നശിക്കുന്നതെന്ന് പറയും. ഏതായാലും ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി. യഹ വേത്തി, ആരാണോ ഈ ക്ഷേത്രത്തെ അറിയുന്നത് അതാണ് ക്ഷേത്രജ്ഞൻ. ആ വാക്കർത്ഥം തന്നെ ക്ലിയർ ആണല്ലോ. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ. ഞാൻ എന്ന് വെച്ചാൽ അറിയുന്നവൻ, ക്ഷേത്രത്തെ അറിയുന്നവൻ. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ശരീരം, പിന്നെ ആ ശരീരത്തെ അറിയുന്ന ഒരാളുണ്ട്. ഈ ജീവൻ എന്ന് പറയുന്നതും ഈ ക്ഷേത്രത്തിൽ തന്നെയാണ്. ജീവൻ, ശരീരി, ശരീരം, ശരീരി, ജഡം, ചൈതന്യം. ജീവൻ, ജഡം ഇങ്ങനെ പറയുന്ന അതെല്ലാം ഈ പറഞ്ഞ ക്ഷേത്രജ്ഞനെ ഉദ്ദേശിച്ചാണ്. നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ. ഇതാണ് ആദ്യം ഭഗവാൻ പറയുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഇതിനെ ആരാണോ അറിയുന്നത്, വേത്തി അറിയുന്നത്, അത് ക്ഷേത്രജ്ഞനാണ്. ഇങ്ങനെ പറഞ്ഞു നിർത്തി. എന്നിട്ട് വീണ്ടും പറയാണ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞല്ലോ, ക്ഷേത്രജ്ഞം ജാതി മാംവിത്തി സർവക്ഷേത്രേഷു ഭാരത. എന്നിട്ട് പറയാണ്, ഈ കാണുന്ന ആ ജീവാത്മാവുണ്ടല്ലോ, ആ ക്ഷേത്രജ്ഞനായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇവിടെ ഞാനെന്ന് പറയുന്നത് ആ ശരീരിയായ ഭഗവാനല്ല, പരമാത്മസ്വരൂപത്തിൽ പറയാണ്. പരമാത്മാവ് തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ ഈ ജീവാത്മാവായിട്ടിരിക്കുന്നത്. അതാണ് ശങ്കരാചാര്യൻ പറഞ്ഞത്, ജീവോ ബ്രഹ്മൈവ ന അപരാ. ജീവൻ ബ്രഹ്മം തന്നെ, പരമാത്മാവ് തന്നെ, ന അപരാ, വേറൊന്നല്ല. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ക്ഷേത്രജ്ഞ സ്വരൂപത്തിൽ ഇരിക്കുന്നത് ഞാനായ പരമാത്മാവ് തന്നെ. അതാണ് ക്ഷേത്രജ്ഞം ജാവി മാം വിദ്ധി. മാം എന്നെ മനസ്സിലാക്കൂ, വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും ഓരോരുത്തരുടെ ഉള്ളിലും ജീവൻ ഇരിക്കില്ലേ, അതെല്ലാം പരമാത്മ സ്വരൂപമാണ്. ശ്രീനാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയില്ലേ, അഹമഹമെന്നറിയുന്നതൊക്കെ ആരായുവിലഹമേ പലതല്ലതേകമാകും. വളരെ വ്യക്തമായിട്ട് ഗുരു പറയും, അഹമെന്നറിയുന്നതൊക്കെ ആരായുവിലഹമേ. അഹമേ ആരായണം. നമ്മൾ പുറമേ നോക്കിയാൽ അറിയത്തില്ല. പുറമേ നോക്കിയാൽ ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിൽ അഹം പോലെ ഇരിക്കുക. പക്ഷെ ആരായുവിൽ അകമേ പലതല്ലതേകമാകും. അതാണ് ഭഗവാനോട് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഈ ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നത് ആ ഏകനായ പരമാത്മാവ്, അത് ഞാൻ തന്നെയാണ്. ഇടയിൽ ഭഗവാൻ എപ്പോഴും ഞാൻ എന്ന് പറയുന്നത് പരമാത്മാവിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യജ്ഞാനം മതം മമ. വീണ്ടും പറയാണ്, ഈ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റിയുള്ള ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് ക്ഷേത്രജ്ഞയോർ ജ്ഞാനം. ഏതാണോ ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ആ ഒരു ജ്ഞാനം, തജ്ഞാനം, അതാണ് ശരിയായ ജ്ഞാനം. നമ്മൾ വേറെ പലതും ഇവിടെ ധരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നമുക്കെല്ലാം ഒരുപാട് അറിവുകളില്ലേ.
പക്ഷേ ഈ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിനെയും വേർതിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭഗവാൻ പറയുന്നത് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നോക്ക്. നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതുള്ളൂ. നമ്മുടെ ശരീരം, ആ ശരീരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ എല്ലാവർക്കും ഉണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് ഭഗവാൻ പറയുകയാണ്, അല്ലേ? ക്ഷേത്രജ്ഞയോർ ജ്ഞാനം ജ്ഞാനം മതം മമ. മതം മമ എൻ്റെ അഭിപ്രായം വ്യക്തമായിട്ട് ക്ഷേത്രജ്ഞയോർ ജ്ഞാനമാണ്